ഓൾ വെൽക്കം ടു K2CSE. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്, മെഷീൻ ലേണിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ മെഷീനെ പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സോ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഹ്യൂമൻ ക്യാൻ ലേൺ എവറിത്തിങ് ഫ്രം ദെയർ എക്സ്പീരിയൻസ് ത്രൂ ദെയർ ലേണിംഗ് ക്യാപ്പബിലിറ്റീസ്. അല്ലേ, നമ്മളെല്ലാ മനുഷ്യരും എന്താണ്, നമുക്ക് പഠിക്കാനായിട്ടുള്ള കഴിവുണ്ട്. സോ എക്സ്പീരിയൻസിൽ നിന്നാണ് ഓരോന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു കുഞ്ഞു കുട്ടി പോകുന്നു, ആ കുട്ടിക്ക് എന്താ അറിയത്തില്ല, 1 വയസ്സായ കുട്ടിക്ക് അറിയത്തില്ല എന്താ തീയിൽ കൊണ്ടുവന്ന് വിരൽ വച്ച് കഴിഞ്ഞാൽ പൊള്ളുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ കൊച്ചു എന്ത് ചെയ്യും, ഒരു വട്ടം ചിലപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ അതിന് മനസ്സിലാവും എന്താ തീയിൽ തൊട്ടാൽ ചൂടാണ്. അപ്പം എന്താ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് ഓരോന്ന് പഠിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, കമ്പ്യൂട്ടർ ഓർ മെഷീൻസ് വിച്ച് വർക്ക്സ് ഇൻ അവർ ഇൻസ്ട്രക്ഷൻ. അല്ലേ, നമ്മൾ അതായത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഹ്യൂമൻ ബീങ്സിനെ പോലെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കാണ്ട് തനിയല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, സർട്ടൻ ഇൻസ്ട്രക്ഷന്റെ പേരിലാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ബട്ട് ക്യാൻ എ മെഷീൻ ഓൾസോ ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഓഫ് പാസ്റ്റ് ഡേറ്റ ലൈക്ക് എ ഹ്യൂമൻ. നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കേസ് പോലെ ഒരു മെഷീൻ എന്താ അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ പാസ്റ്റ് ഡേറ്റ മുന്നേയുള്ള ഡേറ്റാസിൽ നിന്ന് ഒരു ഹ്യൂമൻ ബീങ്സിനെ പോലെ പഠിക്കുവാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ പ്രവർത്തിക്കാൻ ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. എന്താണ് മെഷീൻ ലേണിംഗ്? ഇപ്പം മെഷീൻ ലേണിങ്ങിനെ പറ്റി 4 പോയിന്റ്സ് മെയിൻലി ഉള്ളത്. അപ്പം ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. നമ്മുടെ എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദറായ ജോൺ മെക്കാർത്തി പോലെ നമ്മുടെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ആർത്തൂർ സാമുവൽ. ഇൻ വിച്ച് ഇയർ 1959 ആർത്തൂർ സാമുവൽ എന്ന് പറയുന്ന വ്യക്തി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് AI. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി മെഷീൻ ലേണിംഗ് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, മെയിൻലി കൺസേൺഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അൽഗോരിതം വിച്ച് അലോസ് എ കമ്പ്യൂട്ടർ ടു ലേൺ ഫ്രം ദ ഡേറ്റ ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ് ബൈ ദെയർ ഓൺ. അതായത് മനുഷ്യനെ പോലെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ പഠിച്ച്, ഒരു പ്രോഗ്രാമിംഗ് ഒന്നും ആ മനുഷ്യൻ ചെയ്തു കൊടുക്കാതെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ആക്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയുള്ള കുറച്ച് അൽഗോരിതംസ് ഉണ്ട്. ആ അൽഗോരിതംസിന്റെ ഡെവലപ്മെന്റിനെയാണ് മെഷീൻ ലേണിംഗ് മെയിൻലി കൺസേൺ ചെയ്തിരിക്കുന്നത്. അപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് അൽഗോരിതം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയുള്ള അൽഗോരിതം? മെഷീൻസ് മനുഷ്യനെ പോലെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ് നോക്കിക്കേ, മെഷീൻ ലേണിംഗ് എനേബിൾസ് എ മെഷീൻ ടു ഓട്ടോമാറ്റിക്കലി ലേൺ ഫ്രം ഡേറ്റ. മെഷീൻ ലേണിംഗ് എന്താണ്, ഒരു മെഷീന് ഓട്ടോമാറ്റിക്കലി ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു. ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ് ഫ്രം ദെയർ എക്സ്പീരിയൻസ്. എന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇപ്പം നമ്മളായാലും എന്താ ക്ലാസ്സിൽ സീരിയസ് ടെസ്റ്റ് നടത്തിയിട്ടാണ് നമുക്ക് മെയിൻ എക്സാമിലോട്ട് പോകുന്നത്, അല്ലേ? അപ്പം അന്നേരം നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഈ സീരീസ് ടെസ്റ്റ്. അപ്പം അതിൽ നിന്നാണ് നമ്മുടെ എന്താ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്. മീൻസ് സീരീസ് 1 മാർക്കിനേക്കാളും കൂടുതൽ സീരീസ് 2 സ്കോർ ചെയ്യും. അപ്പം നമ്മളെ വീക്കർ സെക്ഷൻസ് മനസ്സിലാക്കി അത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് മെയിൻ എക്സാമിന് ജയിക്കുമല്ലേ? അതേ കാര്യം തന്നെയാണ്. എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുന്നു, മെഷീൻസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് പ്രെഡിക്റ്റ് തിങ്സ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി ബീങ് പ്രോഗ്രാംഡ്. മനുഷ്യൻ പ്രത്യേകിച്ച് പ്രോഗ്രാം ചെയ്ത് കൊടുക്കാതെ മറ്റേ അൽഗോരിതംസ് അല്ലേ നേരത്തെ പറഞ്ഞ, ആ അൽഗോരിതംസിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതാണ് മെഷീൻ ലേണിംഗ്. ഇപ്പം മെഷീൻ ലേണിങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ 4 പോയിന്റ്സ് എഴുതണം. ആർത്തൂർ സാമുവൽ 1959 കൊണ്ടുവന്നത്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സബ്സെറ്റ് ആണ്. ഇതിൽ എന്താ പറയുന്നത്, മെയിൻലി കൺസേൺ ചെയ്യുന്ന എന്താണ്, കുറച്ച് അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യുക. ഈ അൽഗോരിതം എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിനെ ഒരു ഡേറ്റ തന്നാൽ തന്നെത്താനെ ആ ഡേറ്റ അനലൈസ് ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി കൊടുക്കും. അതായത് എന്താ, പ്രെഡിക്റ്റ് തിങ്സ് വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. മനുഷ്യൻ പ്രോഗ്രാം ചെയ്യാണ്ട് തന്നെ കാര്യങ്ങൾ മെഷീൻസ് എന്ത് ചെയ്യും, തനിയെ ആക്ട് ചെയ്യും. മീൻസ് ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെയാണോ അതുപോലെ ആവും. ഓക്കെ, അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് പോലും ചെയ്ത് കൊടുക്കണ്ട, എല്ലാം തനിയെ തന്നെ മനസ്സിലാക്കും.
ഇനി നെക്സ്റ്റ് നോക്കിക്കേ, വർക്കിംഗ് ഓഫ് മെഷീൻ ലേണിംഗ്. നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ വർക്കിംഗ് ആണ്. സോ ഇവിടെ നോക്കിക്കേ, ഇൻപുട്ട് പാസ്റ്റ് ഡേറ്റ, അതായത് ഒരു പാസ്റ്റ് ഡേറ്റ ഇൻപുട്ടാക്കി കൊടുക്കുന്നു മെഷീന് വേണ്ടി. ഇപ്പം മറ്റേ അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ആദ്യം എന്ത് ചെയ്യും, നമ്മളൊരു പാസ്റ്റ് ഡേറ്റ മെഷീന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡേറ്റയുടെ ബേസിൽ എന്ത് ചെയ്യും, മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ കുറച്ച് പിക്ചർ കൊടുത്തു, ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും. അപ്പം നമ്മുടെ എങ്ങനത്തെ മെഷീൻസിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് തരം ആനിമൽസിൻ്റെ പിക്ചർ കൊടുത്താലും ഡോഗും ക്യാറ്റും സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് ഫൈൻഡ് ചെയ്യണം, അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻപുട്ട് പാസ്റ്റ് ഡേറ്റ, കുറച്ച് പാസ്റ്റ് ഡേറ്റ മെഷീൻ കൊടുക്കും. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് മെഷീൻ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും. ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ബേസിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ടാക്കും. ഓക്കെ, അതായത് നമ്മളെ പാസ്റ്റ് ഡേറ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്യും, മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ടാക്കും. ഈ അൽഗോരിതത്തിൽ നിന്ന് ലോജിക്കൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. അതായത് കൗവിൻ്റെത് എങ്ങനെയാണ്, സപ്പോസ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കൗവിൻ്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡോഗിൻ്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ലോജിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ബേസിൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ വർക്കിംഗ്. ആദ്യം എന്താണ്, പാസ്റ്റ് ഡേറ്റ ഇൻപുട്ടാക്കി കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഈ ട്രെയിനിങ്ങിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും. ഈ അൽഗോരിതത്തിൻ്റെ ബേസ് ചെയ്തിട്ട് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുകയും ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ മെഷീൻ ലേണിംഗ് സിസ്റ്റം ലേൺസ് ഫ്രം ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഓർ ട്രെയിനിങ് ഡേറ്റ. ഞാൻ പറഞ്ഞു, മെഷീൻ ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ ട്രെയിനിങ് ഡേറ്റയിൽ നിന്നാണ്, അതായത് നമ്മുടെ പാസ്റ്റ് ഡേറ്റയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആർ മെയ്ഡ് ഫ്രം ദിസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ കൊടുക്കുന്ന പാസ്റ്റ് ഡേറ്റയെ ട്രെയിൻ ചെയ്ത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ടാക്കുന്നു. അതാണ് പറയുന്നത്, എന്താണ്, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആർ മെയ്ഡ് ഫ്രം ദിസ് ആൻഡ് ദീസ് അൽഗോരിതം ബിൽഡ് ദ ലോജിക്കൽ മോഡൽ. ഈ അൽഗോരിതം ആണ് എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ മോഡല് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ, അത് നേരത്തെ പറഞ്ഞതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. നോക്കിക്കുക, അടുത്തൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞേക്കുക. സപ്പോസ് വി ഹാവ് എ കോംപ്ലക്സ് പ്രോബ്ലം വെർ വി നീഡ് ടു ഫൈൻഡ് സം പ്രഡിക്ഷൻസ്. അതായത് നമുക്ക് എന്താ, ഒരു വലിയ കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ട്. അപ്പം അതിന് നമുക്ക് കുറച്ച് പ്രഡിക്ഷൻസ് നടത്തണം. അതായത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇതാവാം അതാവാം എന്ന് പറഞ്ഞിട്ട് പ്രഡിക്ഷൻ നടത്തണം. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് എ കോഡ് ഫോർ ഇറ്റ്, അപ്പം ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ, ഈ പ്രഡിക്ഷൻസ് നടത്തുന്ന ഒരു മെഷീൻ ഉണ്ടാക്കണം. അപ്പം ആ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കോഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, വി ജസ്റ്റ് നീഡ് ടു ഗീവ് ദ ഡേറ്റ ടു മേക്ക് അൽഗോരിതം. മെഷീൻ ലേണിംഗ് ബേസ് ചെയ്തിട്ട് നമ്മൾ കോഡല്ല ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന, ആ പർട്ടിക്കുലർ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡേറ്റാസ് നമ്മൾ കൊടുക്കും. ആ ഡേറ്റയിൽ നിന്ന് അൽഗോരിതം ഡെവലപ്പ് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് പ്രിപ്പയറിംഗ് കോഡ്. അതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ ഡിഫറൻസ്. എന്നിട്ട് എന്ത് ചെയ്യും, അൽഗോരിതം ബിൽഡ് ലോജിക്, അൽഗോരിതത്തിൻ്റെ ബേസിൽ ഒരു ലോജിക്ക് ബിൽഡ് ചെയ്യും. ആസ് പെർ ഡേറ്റ മീൻസ് ആ ഡേറ്റ കൊടുത്തതിൽ ഒരു ലോജിക്ക് ബിൽഡ് ചെയ്യും ആൻഡ് പ്രെഡിക്റ്റ് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ നോക്കി, നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ പോലെ പ്രോഗ്രാമിംഗ് ചെയ്യാതെ എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാളാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് കോയിൻസൈഡ് ചെയ്ത ആരാണ്, എന്തിൻ്റെ സബ്സെറ്റ് ആണ്, പിന്നെ എങ്ങനെയാണ് മെഷീൻ ലേണിങ്ങിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്. അപ്പോൾ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കാതെ കുറച്ച് ഡേറ്റാസ് അങ്ങ് കൊടുക്കും. ആ ഡേറ്റയുടെ ബേസിൽ കുറച്ച് അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും. അൽഗോരിതത്തിൻ്റെ ബേസിൽ ലോജിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. സോ അതിൻ്റെ വർക്കിംഗ് നോക്കി. സോ ഇതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ.